എല്ലാവർക്കും +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് ചാപ്റ്ററിലെ 7ാമത്തെ ടോപ്പിക്കായ ബൈനറി അഡീഷനെ കുറിച്ചാണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിലും നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാം. ഇപ്പോൾ 2 ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് സം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിനോട് ഒരു ഇൻസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ആ നമ്പേഴ്സിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ടേബിൾ നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, അതായത് 2 ബിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ടേബിളിൽ എ ബി എന്ന 2 വേരിയബിൾസ്, അതുപോലെ ഈ 2 വേരിയബിൾസ് ആഡ് ചെയ്താലുള്ള സമ്മും, ദെൻ ആഡ് ചെയ്ത് എന്താണ് ക്യാരി വരുന്നത് അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. നമുക്ക് ഓരോ ബിറ്റും എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ബിറ്റ് കോമ്പിനേഷൻ എങ്ങനെയാണ് ആഡ് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് സമ്മും ക്യാരിയും എങ്ങനെ വരുന്നു എന്ന് നോക്കാം. 2 ബിറ്റ് അത് രണ്ടും 0 ആണെങ്കിൽ സം 0, അതുപോലെ ക്യാരി 0 ആണ് വരുന്നത്. ഇനി ഒരു ബിറ്റ് 0യും അടുത്ത ബിറ്റ് 1 ആണെങ്കിൽ സം 1, ക്യാരി 0. അതുപോലെ ആദ്യത്തെ ബിറ്റ് 1ഉം പിന്നെ വരുന്ന ബിറ്റ് 0 ആണെങ്കിൽ ഈ 2 ബിറ്റിൻ്റെയും സം 1, ക്യാരി 0. ഇനി 2 ബിറ്റും 1 ആണെങ്കിൽ സം 0യും ക്യാരി 1 ആണ് വരുന്നത്. ഇനി 3 ബിറ്റ്സ്, ചില സിറ്റുവേഷനിൽ നമുക്ക് ക്യാരി വന്ന് 3 ബിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അന്നേരം നമുക്ക് വരുന്ന സം എന്ന് പറയുന്നത് 1ഉം ക്യാരി 1ഉം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1 + 1 + 1 എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരുമ്പോൾ സം 1, ക്യാരി ബിറ്റ് 1. ഈ കാണുന്ന ടേബിളിലെ റൂൾസ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് 2 ബൈനറി നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യണു എന്ന് നോക്കാം. എക്സാമ്പിൾ, ഫൈൻഡ് സം ഓഫ് ബൈനറി നമ്പേഴ്സ് 1011 ആൻഡ് 1001. ഈ 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണേ എന്ന്. നമ്മൾ ഈ 2 നമ്പേഴ്സും ഓർഡർ ആയിട്ട് എഴുതാം. ഫസ്റ്റ് നമ്പർ 1011, അടുത്ത ബൈനറി നമ്പർ 1001. ദെൻ ഈ 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുകയാണ്. ദെൻ ഈ ബിറ്റ്, ഈ കാണുന്ന ബിറ്റും ഈ ബിറ്റും തമ്മിൽ ആഡ് ചെയ്തു. അതായത് 1 + 1. 1 + 1 എന്താണ്? നമുക്ക് സം 0യും ക്യാരി 1 ആണ് അല്ലേ. സോ സം നമ്മൾ ഇവിടെ എഴുതി 0. 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1 ആണ്. ദെൻ അടുത്ത് കാണുന്നത് എന്താ? 1 + 0. 1 + 0 എന്താണ് ആൻസർ? 1 + 0 സം 1ഉം ക്യാരി 0 ആണ്. അങ്ങനെയെങ്കിൽ 1 + 0, ദെൻ ഇവിടെ വന്ന ക്യാരി നമ്മൾ ആഡ് ചെയ്യണം, ഇതിനോട് കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ദെൻ 1 + 0 + ദിസ് ക്യാരി എന്നതാണ് ശരിക്കും ഈ പൊസിഷനിൽ വരേണ്ടത്. ദാറ്റ് ഈസ് 1 + 0 + 1. ഇൻ ഇഫക്റ്റ് 1 + 1 ആണ്. അങ്ങനെയെങ്കിൽ 1 + 1 നമുക്കറിയാം 0 വിത്ത് ക്യാരി 1. അന്നേരം നമുക്ക് വരുന്ന 0, ദെൻ പിന്നെ വരുന്ന 1 അല്ലേ, ക്യാരി 1. ദെൻ അടുത്ത് എന്ത് കാണുന്നേ? 0 + 0 + ദെൻ ഇവിടെ വന്നിരുന്ന ക്യാരി, ദാറ്റ് ഈസ് +1. 0 + 0 + 1 എന്ത് വരും? 1 ആണല്ലേ. 0 + 0 0, ദാറ്റ് 0 + 1 1. ഓക്കെ, ഇനി അടുത്ത് എന്ത് കാണുന്നു? 1 + 1 0 വിത്ത് ക്യാരി 1. 1 + 1 0, ക്യാരി, ലാസ്റ്റ് വരുന്ന ക്യാരി നമ്മൾ ഈ സൈഡിൽ എഴുതുകയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ 2 ബൈനറി നമ്പേഴ്സിൻ്റെയും സം നമുക്ക് കിട്ടി.
അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് സം ഓഫ് ബൈനറി നമ്പേഴ്സ് 110111 ആൻഡ് 10011. ഈ രണ്ട് നമ്പേഴ്സും ബൈനറി നമ്പേഴ്സും ആഡ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടാമത് തന്നിരിക്കുന്ന നമ്പറിൽ ഓൺലി 5 ബിറ്റ്സേ ഉള്ളൂ. ആദ്യത്തെ നമ്പറിൽ 6 ബിറ്റ്സും രണ്ടാമത്തെ നമ്പറിൽ 5 ബിറ്റ്സും ആണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിൽ നിന്നും വലിയൊരു നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള നമ്പർ തരുമ്പോൾ എങ്ങനെയാണ് സം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മളൊരു ഓർഡറിൽ എഴുതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്പർ എഴുതാം. ഫസ്റ്റ് നമ്പർ എഴുതി 110111 പ്ലസ് നെക്സ്റ്റ് നമ്പർ 10011. ഇവിടെ കാണുന്ന ഈ 1 നമ്മൾ ഈ സൈഡിൽ എഴുതേണ്ടതാണ് 1. അടുത്ത് കാണുന്ന 1 ഈ ഓർഡറിൽ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത 0 0, നെക്സ്റ്റ് 0 0, അതിനുശേഷം വരുന്ന 1 ഈ 1 ഇവിടെ കൊടുത്തു. ഓക്കെ, ദെൻ ഇവിടെ കറസ്പോണ്ടിങ് ബിറ്റ് ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? വേണമെങ്കിൽ നമുക്ക് 0 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടന്നാലും നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി അവിടെ 0 ആണെന്ന്. എനിവേ ഇപ്പം നമ്മൾ ആഡ് ചെയ്യണതായിരിക്കും, ഇവിടെ ഒരു 0 കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ആഡ് ചെയ്യാം 1 + 1. 1 + 1 എന്താണ്? 0 വിത്ത് ക്യാരി 1. സോ 0 നമ്മൾ എഴുതി, ഒരു ക്യാരി വന്നു, നോട്ട് ചെയ്തു. ദെൻ അടുത്ത എന്താ? 1 + 1. ഇവിടെ ഓൾറെഡി 1 + 1 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് കൂടെ ഇവിടെ ആഡ് ചെയ്ത ബിറ്റിനോട് കൂടെ എന്തെങ്കിലും ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യണമെന്നാണ്. പിന്നെ ഇഫക്റ്റ് എന്ത് വരും? 1 + 1 + 1, ഈ ക്യാരി കൂടെ ആഡ് ചെയ്യാണ് ലാസ്റ്റ് 1. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു 3 ബിറ്റ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വരാന്ന്? സം 1ഉം ക്യാരി 1ഉം ആണ്. അപ്പം സം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 1. ദെൻ ക്യാരി അതിൻ്റെ 1 നമ്മളിവിടെ നോട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് 1 + 0 പ്ലസ് ദിസ് ക്യാരി, ദാറ്റ് ഈസ് 1 + 0 പ്ലസ് ക്യാരി, ദാറ്റ് ഈസ് 1. എന്ത് വന്നു? 0 വിത്ത് ക്യാരി 1. സോ 0 വിത്ത് പ്ലസ് വീണ്ടും അടുത്ത ബിറ്റ് 0 + 0 പ്ലസ് ക്യാരി 1. ഇപ്പം എന്താ വരുന്നത്? 0 + 1 എന്നുള്ള എഫക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സം എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത എന്താണ്? 1 + 1. 1 + 1 0 ആണ് അല്ലേ? 0 വിത്ത് ക്യാരി 1. ദെൻ അടുത്തത് 1 + 0 പ്ലസ് ക്യാരി. 1 + 0 + 1, ദാറ്റ് ഈസ് 0 വിത്ത് ക്യാരി 1. ഇതാണ് നമുക്ക് ഡേറ്റ റെപ്രസെൻറ്റേഷൻ. എന്താണ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ? ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ഇന്റേർണലി ടു റെപ്രസെൻറ്റ് ഡേറ്റ ഇൻ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ക്യാരക്ടർ ആയാലും ശരി, ഇമേജ് ആയാലും ശരി, ഓഡിയോ വീഡിയോ ഒക്കെ ആയാലും ശരി, അതിൻ്റെ ഓരോ റെപ്രസെൻറ്റേഷനും ബൈനറി ഫോമിലായിരിക്കും. ഇമേജ് ആയാലും ഓഡിയോ ആയാലും അതിൻ്റെ ഒരു പീസ് ഓഫ് ഡേറ്റ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ വേരിയസ് ഡാറ്റ ടൈപ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ റെപ്രസെൻറ്റേഷനാണ് ഓഫ് നമ്പേഴ്സിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നത് നമുക്കറിയാം. നമ്പേഴ്സ് എന്നുള്ളത് 2 ടൈപ്പ് ഉണ്ട് അല്ലേ? ഇൻറ്റിജർ നമ്പേഴ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഉണ്ട്. ഇൻറ്റിജർ നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിനെയാണ്, അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നമ്പറിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഇൻറ്റിജർ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ എന്ന് നമുക്ക് ആദ്യം നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. ഒരു ഇൻറ്റിജർ നമ്പറിനെ നമുക്ക് 3 മെത്തേഡ്സിൽ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാം. Sign and magnitude representation. Second, 1's complement representation. And third, 2's complement representation. അപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ
നമുക്ക് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയാം. വേർഡ് എന്താണെന്നും അതുപോലെ വേർഡ് ലെങ്ത് എന്താണെന്നും. എന്താണ് വേർഡ്? എ വേർഡ് ഈസ് ബേസിക്കലി എ ഫിക്സ്ഡ് സൈസ് ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ദാറ്റ് ആർ ഹാൻഡിൽഡ് ആസ് എ യൂണിറ്റ് ബൈ എ പ്രോസസ്സർ. ഒരു പ്രോസസ്സറിന് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആണ് വേർഡ് എന്ന് പറയുന്നത്. അത് ഓരോ പ്രോസസ്സറിൻ്റെ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി എന്താണ് വേർഡ് ലെങ്ത്? ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ എ വേർഡ് ഈസ് കോൾഡ് വേർഡ് ലെങ്ത്. ഒരു വേർഡിൽ എത്ര ബിറ്റ്സ് ഉണ്ട് അതിൻ്റെ ലെങ്തിനെയാണ് ആ വേർഡ് ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. സാധാരണ നമ്മൾ കാണുന്ന വേർഡ് ലെങ്ത് ആണ് 8, 16, 32 ആൻഡ് 64. ഇപ്പം നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന, നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഡാറ്റ റെപ്രസെൻറ്റേഷനും 8 ബിറ്റ് വേർഡ് ലെങ്ത്തിലുള്ളതാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാണ്. ഒരു ഇൻഡിജറിനെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നത്. ഇതിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 8 ബിറ്റ് ലെങ്ത് ഉള്ള ഒരു വേർഡാണ്. 8 ബിറ്റ് ആണ് അതിൻ്റെ വേർഡ് ലെങ്ത്. അങ്ങനെയെങ്കിൽ 8 ബിറ്റ്സ് ഉണ്ടായിരിക്കും ഒരു ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യാൻ. ഇതിൽ MSB, അതായത് നമ്മൾ കാണുന്ന ഫസ്റ്റ് ബിറ്റ് ഫ്രം ലെഫ്റ്റ്, അതിനെ നമ്മൾ പറയും MSB. ആ MSB സൈൻ ഓഫ് ദ ഇൻഡിജറിൻ്റെ ഒരു നമ്പറിൻ്റെ സൈൻ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഭാഗം ഉപയോഗിക്കുന്നത്. അതായത് ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്ന ആദ്യത്തെ ബിറ്റ് MSB എന്ന് നമ്മൾ പറയും. ആ ഒരു പൊസിഷൻ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണേ? തന്നിരിക്കുന്ന നമ്പറിൻ്റെ സൈൻ, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് നമ്പർ ആണോ എന്നത് നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് അറിയാം. 0 ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പറും 1 ആണെങ്കിൽ നെഗറ്റീവ് നമ്പറാണ്. അതുപോലെ ബാക്കിയുള്ള ബിറ്റ്സ്, അതായത് 7 ബിറ്റ്സ്, ഒരു ബിറ്റ് സൈൻ റെപ്രസെൻ്റ് ചെയ്യാൻ പോയി, ബാക്കി 7 ബിറ്റ്സ് തന്നിരിക്കുന്ന ഇൻഡിജർ നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിലെ 8 ബിറ്റ് ലെങ്ത് ഉള്ള ഒരു ഡേറ്റയുടെ ആദ്യത്തെ ബിറ്റ്, ലെഫ്റ്റിൽ നിന്നുള്ള ആദ്യത്തെ ബിറ്റ്, അതായത് MSB പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ, അതിൽ 0 ആണെങ്കിൽ പോസിറ്റീവ്, 1 ആണെങ്കിൽ നെഗറ്റീവ്, ബാക്കി 7 ബിറ്റ്സ് ആ നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യാനും ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ, +23 എന്ന ഒരു ഇൻഡിജർ നമ്പറിനെ എങ്ങനെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ റെപ്രസെൻ്റ് ചെയ്യണമെന്ന്. അതിനുവേണ്ടി തീർച്ചയായിട്ടും +23 എന്നുള്ളത് ഡെസിമൽ നമ്പർ ആണല്ലേ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബൈനറി നമ്പേഴ്സിനെ കുറിച്ചാണ്. ബൈനറിയിലാണ് 8 ബിറ്റ് ലെങ്ത് ഒക്കെയുള്ള ഡാറ്റ യൂണിറ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 23 തന്നിരിക്കുന്ന 23നെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി കാണാത്തവർക്ക് മുകളിൽ ഒരു ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്താൽ ആ ക്ലാസ് കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 23നെ കൺവേർട്ട് ചെയ്തു. ആ കൺവേർട്ട് ചെയ്ത ഈക്വലൻറ്റ് ബൈനറി ഫോമാണ് ഇവിടെ കാണുന്നത്. അതിനെ നമ്മൾ 7 ബിറ്റ് ലെങ്ത്തിലേക്ക് മാറ്റണം. അപ്പം ഇത്രയും പോർഷൻ, ഇത് 1, 2, 3, 4, 5 ബിറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് 23നെ റെപ്രസെൻ്റ് ചെയ്തു. ബാക്കി വരുന്ന 6ഉം 7ഉം 7 ബിറ്റ് ലെങ്ത്തിലേക്ക് നമ്മൾ 0 വെച്ച് ആഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ 0s ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ 7 ബിറ്റിലേക്ക് 23നെ കൺവേർട്ട് ചെയ്ത് ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. അതിനുശേഷം നമ്മൾ നോക്കുക, തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ് അല്ലേ, പോസിറ്റീവ് 23 ആണ്, +23 ആണ്. സോ പോസിറ്റീവിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, പ്ലസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഏത് ബിറ്റ് യൂസ് ചെയ്തിട്ട്? 0 ബിറ്റ് യൂസ് ചെയ്തിട്ട്. 0 എന്ന ബിറ്റ് പോസിറ്റീവ് നമ്പറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 8th ബിറ്റായിട്ട്, അതായത് MSBയിൽ നമ്മൾ എന്ത് എഴുതണം? 0 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ +23നെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു? 0 0 0 1 0 1 1 1. അങ്ങനെ ഈ കാണുന്നതാണ്
പ്ലസ് 23യുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ചെയ്തത്. ഇനി അടുത്ത നമ്പർ -105 ഈ ഒരു നമ്പറിനെ എങ്ങനെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം കമ്പ്യൂട്ടറിൽ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് അതായത് 105 അതിനെ ബൈനറി നമ്പറിലേക്ക്, അതും 7 ബിറ്റ് ലെങ്ത് ഉള്ള ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. അപ്പം ഇതിൽ കറക്റ്റായിട്ട് 7 ബിറ്റ്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എക്സ്ട്രാ ബിറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 7 ബിറ്റ് തന്നെ ഫുള്ളായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എന്താ, സൈൻ നോക്കണം. തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ ഈ നമ്പറിൻ്റെ 7 ബിറ്റ് കഴിഞ്ഞ് 8th ബിറ്റിൽ, അതായത് MSB പൊസിഷനിൽ എന്ത് എഴുതണം, നമ്മൾ 1 എഴുതണം. കാരണം നെഗറ്റീവ് നമ്പർ ആണ്. സോ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ MSBയിൽ 1. നെക്സ്റ്റ്, വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ. ഒരു ഇൻറ്റിജർ നമ്പറിനെ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷനിലേക്ക് എങ്ങനെ മാറ്റാം എന്നതാണ്. അപ്പം ഇതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഒരു ഇൻറ്റിജർ നമ്പർ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തന്നിരിക്കുന്നത് എന്ന് നോക്കണം. പോസിറ്റീവ് നമ്പർ ആണ് തന്നത് എങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് അത് ആ നമ്പറിനെ, ആ ഇൻറ്റിജറിനെ ബൈനറി ഈക്വലന്റ് 8 ബിറ്റ് ഫോമിലുള്ള ബൈനറി ഈക്വലന്റിലേക്ക് മാറ്റിയാൽ മതി. അതല്ല, നെഗറ്റീവ് നമ്പർ ആണ് തന്നത് എങ്കിൽ മാത്രമാണ് നമ്മൾ അതിൻ്റെ ആ ഗിവൺ നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെന്റ് കാണേണ്ടത്. എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ് ഫോം എന്ന് നമുക്ക് നോക്കാം. വൺസ് കോംപ്ലിമെന്റ് ഫോം of a number is obtained by replacing every 0 with 1 and every 1 with 0. ഒരു നമ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെന്റ് നമുക്ക് കാണുന്നത് എങ്ങനെയെങ്കിൽ, സീറോസ് എല്ലാം വൺസ് ആക്കാം, വൺസ് എല്ലാം 0 ആക്കാം. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 11001 എന്നുള്ള ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം എന്താണെന്ന്. ഇതിൽ ചെയ്യേണ്ടത്, എവിടേക്കോ 1 കാണുന്നു അവിടെയെല്ലാം നമ്മൾ 0 കൊടുക്കുക, 0 എല്ലാം 1 ആക്കി മാറ്റാം. കോംപ്ലിമെന്റ് ഫോം ആണ്. ഇപ്പം ഇവിടെ നോക്കൂ, 1 ആണ്. അപ്പം നമ്മൾ വൺസ് കോംപ്ലിമെന്റിൽ അത് 0 ആക്കാം. പിന്നെ കാണുന്ന 1 ഇവിടെ നമ്മൾ 0 ആക്കി. പിന്നെ എന്താ കാണുന്നത്, 0 ആണല്ലേ. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, 1 കൊടുത്തു. പിന്നെ ഇവിടെ 0 ആണെന്നേ, നമ്മൾ 1 കൊടുത്തു. പിന്നെ കാണുന്ന 1ന് 0. അടുത്ത നമ്പർ 10101. ഇതിന്റെ കറസ്പോണ്ടിങ് ഇതുപോലെ തന്നെ 0 കാണുന്നിടത്ത് 1ഉം 1 കാണുന്നിടത്ത് 0യും കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്, 1 0 0 1 1 0 0 1 1 0. അതായത് 1 കാണുന്നിടത്തെല്ലാം 0യും 0 ഉള്ളിടത്തെല്ലാം 1ഉം ആയിട്ട് കൺവേർട്ട് ചെയ്താൽ അത് ഗിവൺ ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോമായി. ഇപ്പോൾ ഒരു ഇൻറ്റിജർ നമ്പറിനെ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതായത് 2 മെത്തേഡേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, തന്ന നമ്പർ നെഗറ്റീവ് ആണോ എന്ന്. നെഗറ്റീവ് നമ്പർ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ മാത്രമാണ് നമ്മൾ തന്നിരിക്കുന്ന ഇൻറ്റിജർ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണേണ്ടതുള്ളൂ. ഇനി തന്നിരിക്കുന്ന ഇൻറ്റിജർ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷനിൽ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന ഇൻറ്റിജർ നമ്പറിന്റെ 8 ബിറ്റ് ലെങ്ത്തിലുള്ള ബൈനറി നമ്പറായിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റെപ്രസെന്റ് -119 ഇൻ വൺസ് കോംപ്ലിമെന്റ് ഫോം. ഇവിടെ നോക്കൂ, തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് നമ്പർ ആണ് അല്ലേ. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, വൺസ് കോംപ്ലിമെന്റ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് ഫോമിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമുക്ക് എന്തറിയണം, 119ന്റെ കറസ്പോണ്ടിങ് ബൈനറി ഈക്വലന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം വൺസ് കോംപ്ലിമെന്റിലേക്ക് മാറ്റാം. അപ്പോൾ 119ന്റെ 8 ബിറ്റ് ലെങ്ത്തിലുള്ള ബൈനറി ഈക്വലന്റ് ആണ് ഈ കാണുന്നത്. നമുക്കറിയാം ബൈനറി ഈക്വലന്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ എന്നുള്ള ഒരു മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണ്. സോ നമ്മൾ തന്ന ആ നമ്പറിന്റെ ഈക്വലന്റ് ഫോമായ ബൈനറി ഈക്വലന്റ് ഫോമായ ഈ നമ്പറിനെ എന്താക്കി മാറ്റണം, കോംപ്ലിമെന്റ് വൺസ് കോംപ്ലിമെന്റ് ആക്കി മാറ്റണം.
ഇപ്പോൾ നോക്കൂ, ഇവിടുത്തെ 1 0, ഇവിടുത്തെ 1 0 1, ഇവിടെ 0 0 1 1 0 1 0 1 0 0 1. ഇതാണ് -119ന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം. ഇനി അടുത്ത എക്സാമ്പിൾ, റെപ്രസെന്റ് +119 ഇൻ വൺസ് കോംപ്ലിമെന്റ് ഫോം. അപ്പോൾ നമ്മൾ നോക്കുക, ഗിവൺ നമ്പർ പോസിറ്റീവ് നമ്പർ ആണ് അല്ലേ. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ വൺസ് കോംപ്ലിമെന്റ് ഫോമിലേക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 8 ബിറ്റ് ലെങ്ത്തിലുള്ള ബൈനറി ഫോമിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ 119ന്റെ ബൈനറി ഈക്വലന്റ് ആണിത്. ഇപ്പോൾ +119 എന്ത് ചെയ്താൽ മതി? അതങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. വൺസ് കോംപ്ലിമെന്റ് കാണേണ്ട ആവശ്യമില്ല, കാരണം ഗിവൺ നമ്പർ പോസിറ്റീവ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്തത് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. ഒരു ഇൻഡിജർ നമ്പറിനെ എങ്ങനെ ടൂസ് കോംപ്ലിമെന്റ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം എന്നതാണ്. ഇതിൽ നമുക്കതായിട്ട് വരും, ആദ്യം തന്നിരിക്കുന്ന നമ്പറിനെ ഈക്വലന്റ് 8 ബിറ്റ് ബൈനറി ഫോമിലേക്ക് മാറ്റാം. അതിനുശേഷം തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കാം. നെഗറ്റീവ് ആണ് എങ്കിൽ മാത്രമാണ് തന്നിരിക്കുന്ന നമ്പറിനെ ടൂസ് കോംപ്ലിമെന്റ് കാണേണ്ട ആവശ്യമുള്ളൂ. അല്ല, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ആ 8 ബിറ്റ് ഫോമിലുള്ള ബൈനറി ഈക്വലന്റ് നമ്പർ തന്നെയാണ് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനിൽ നമ്മൾ ആ ടീച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെന്റ് കാണുന്നത് എന്ന് നോക്കാം. അത് വളരെ ഈസിയാണ്. നമ്മൾ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ വൺസ് കോംപ്ലിമെന്റ് കണ്ടതിന് ശേഷം 1 എന്നുള്ളൊരു ബിറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ബൈനറി നമ്പറിന്റെ ഈക്വലന്റ് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആയി. നമുക്ക് നോക്കാം, ഒരു ബൈനറി നമ്പർ 10101 എന്നുള്ള ബൈനറി നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെ കാണാമെന്ന്. എങ്ങനെ കാണാം? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണണം. അതിനുശേഷം 1 ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വൺസ് കോംപ്ലിമെന്റ് കാണാണ്. ഇപ്പം എന്താണ് വൺസ് കോംപ്ലിമെന്റ്? വൺസ് കോംപ്ലിമെന്റിൽ സീറോസ് എല്ലാം വൺസും വൺസ് എല്ലാം സീറോസും ആക്കാം. അപ്പം അതാണ് വൺസ് കോംപ്ലിമെന്റ് നമുക്ക് കിട്ടി. ഇനി എന്താണ് ടൂസ് കോംപ്ലിമെന്റ് കിട്ടാൻ ചെയ്യേണ്ടത്? വൺസ് കോംപ്ലിമെന്റിനോട് കൂടെ ഒരു 1 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. ഇപ്പം 01010 എന്നുള്ള ഈ വൺസ് കോംപ്ലിമെന്റിനോട് കൂടെ 1 ആഡ് ചെയ്തു. 1 എങ്ങനെ ആഡ് ചെയ്യാം? അപ്പോൾ എന്ത് വരും? സം 0 + 1 1, then 1 + 0 1, 0 + 0 0, 1 + 0 1, 0 + 0 0. ഇതാണ് എന്ത്? ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദ ഗിവൺ ബൈനറി നമ്പർ. എങ്കിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. റെപ്രസെന്റ് -38 ഇൻ ടൂസ് കോംപ്ലിമെന്റ് ഫോം. -38നെ ടൂസ് കോംപ്ലിമെന്റ് ഫോമിലേക്ക് മാറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ 38 എന്നുള്ള ഡെസിമൽ നമ്പറിനെ 8 ബിറ്റ് ഈക്വലന്റ് ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. 8 ബിറ്റ് ഈക്വലന്റ് ബൈനറി ഫോമാണിത്. 8 ബിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ 8 ബിറ്റ് ആയില്ല. 8 ബിറ്റ് ആവാനായിട്ട് നമ്മൾ 2 ബിറ്റ്സ് ലെഫ്റ്റിൽ സീറോസ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നോക്കാം തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന്. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നിരിക്കുന്ന നമ്മൾ കൺവേർട്ട് ചെയ്ത ബൈനറി നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെന്റ് കാണണം. എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെന്റ് കാണാം? ബൈനറി ഈക്വലന്റ് നമുക്ക് കിട്ടി, അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടു, അതിനുശേഷം 1 ആഡ് ചെയ്തപ്പോൾ ടൂസ് കോംപ്ലിമെന്റ് കിട്ടി. അപ്പോൾ ഈ ഒരു നമ്പറാണ് തന്നിരിക്കുന്ന -38 എന്നുള്ള ഡെസിമൽ നമ്പറിൻ്റെ ഈക്വലന്റ് ടൂസ് കോംപ്ലിമെന്റ് ഫോമിലുള്ള റെപ്രസെന്റേഷൻ. അടുത്ത എക്സാമ്പിൾ, റെപ്രസെന്റ് +38 ഇൻ ടൂസ് കോംപ്ലിമെന്റ് ഫോം. നേരത്തെ കണ്ട നമ്പറിൻ്റെ ഒരു പോസിറ്റീവ് ഫോമാണ്. ഇതിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം മാഗ്നിറ്റ്യൂഡ് 38ൻ്റെ 8 ബിറ്റ് ഈക്വലന്റ് ബൈനറി ഫോം എഴുതി. അതിനുശേഷം നമ്മൾ നോക്കുക തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ് അല്ലേ. പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ ഒരു റെപ്രസെന്റേഷൻ, അതായത് ഈക്വലന്റ് ബൈനറി ഫോം എന്താണോ അത് മാത്രം അങ്ങ് എഴുതിയാൽ മതി. ടൂസ് കോംപ്ലിമെന്റ് കാണേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നതാണ് റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്.
ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഓർ റിയൽ നമ്പറിനെ കമ്പ്യൂട്ടറിൽ നമ്മൾ 32 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ റെപ്രസെൻറ്റേഷന് 2 ഭാഗം ഉണ്ടായിരിക്കും, മാൻഡിസ പോർഷനും എക്സ്പോണൻറ്റ് പോർഷനും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 24.45 എന്നുള്ളൊരു നമ്പറിനെ മാൻഡിസ ആൻഡ് എക്സ്പോണൻറ്റ് ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ അത് 0.2545 ഇൻറ്റു 10⁻². ഇതിൽ ഈ പോർഷനാണ് എന്ത്, മാൻഡിസ. ദെൻ ഈ പോർഷനാണ് എക്സ്പോണൻറ്റ്. 2 എന്നുള്ളതാണ് എക്സ്പോണൻറ്റ്. 10ൻ്റെ പവേഴ്സാക്കി മാറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തന്നിരിക്കുന്ന നമ്പറിനെ 10ൻ്റെ പവേഴ്സാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ തേർഡ്ലി നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ 32 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ 24 ബിറ്റ്സ് യൂസ് ചെയ്ത് മാൻഡിസ പോർഷൻ റെപ്രസെൻറ്റ് ചെയ്യാനും അതിൽ തന്നെ MSB സൈൻ റെപ്രസെൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. എക്സ്പോണൻറ്റ് ബാക്കിയുള്ള 8 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ MSB അതായത് മാൻഡിസ കഴിഞ്ഞിട്ട് വരുന്ന 8 ബിറ്റിലെ പിന്നെ വരുന്ന ബിറ്റ് പോർഷൻ എക്സ്പോണൻറ്റിൻ്റെ സൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിനെ എങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ ആസ്കി, സെക്കൻഡ് എബ്സഡിക്, തേർഡ് ISCIA ആൻഡ് ഫോർത്ത് യൂണിക്കോഡ്. ഇനി 4 റെപ്രസെൻറ്റേഷനാണ് ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ്. ആദ്യം നോക്കാം ആസ്കി. ആസ്കിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ് ആസ്കിയുടെ ഫുൾ ഫോം. ഈ ആസ്കിയിൽ 7 ബിറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഓരോ ക്യാരക്ടറിനെയും കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 7 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ആസ്കി സ്റ്റാൻഡേർഡിൽ ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആകെ 128 ക്യാരക്ടേഴ്സിനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആസ്കി കോഡിൽ. അടുത്തത് കാണുന്നതാണ് എബ്സഡിക്, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൽ 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് കാണാം ISCIA. ഇതിൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് ഓർ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതിൽ 8 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് യൂണിക്കോഡ്. യൂണിക്കോഡ് യൂസസ് 16 ബിറ്റ്സ് ടു റെപ്രസെൻറ്റ് എ ക്യാരക്ടർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 65,536 ക്യാരക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു യൂണിക്കോഡ് സ്റ്റാൻഡേർഡിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂണിക്കോഡ് can represent data in almost all written languages of the world. ലോകത്തിലുള്ള ഒരുവിധ എല്ലാ റിട്ടൺ ലാംഗ്വേജിനും അതിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ ഒരു യൂണിക്കോഡ് ധാരാളമാണ്. അപ്പോൾ യൂണിക്കോഡിലെ 16 ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഡേറ്റനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 16 ബിറ്റ്സ് യൂസ് ചെയ്യുന്നു. ഇതൊരു യൂണിവേഴ്സൽ കോഡാണ്. യൂണിക്കോഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ. ഓഡിയോ അതുപോലെ ഇമേജ് ആൻഡ് വീഡിയോ ഇതിനെല്ലാം എങ്ങനെയാണ് ഇമേജിനെ നമ്മൾ JPEG ഫോർമാറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജോയിൻറ്റ് പിക്ചർ എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്നതാണ് JPEGൻ്റെ ഫുൾ ഫോം. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും, ഈ ഒരു ഫയൽ ഫോർമാറ്റിലാണ് നമ്മൾ ഇമേജസ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ BMP ഫയൽ ഫോർമാറ്റിലും ഇമേജസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അതുപോലെ TIFF ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റിലും
ജിഫ് ഫോമാറ്റിലും PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക് എന്ന ഫോമാറ്റിലും ഇമേജസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അതുപോലെ ഡിജിറ്റൽ ഓഡിയോ ഫയൽസ്, അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് വേവ്, WAV, അതുപോലെ MP3, അതുപോലെ MIDI, അതുപോലെ AIFF എന്നീ ഫോമാറ്റുകളിലും നമ്മൾ, അതുപോലെ വീഡിയോ ഫയൽസ് എല്ലാം AVI, ഓഡിയോ വീഡിയോ ഇൻ്റർഫേസ്, AVI ഫയൽ ഫോമാറ്റിൽ നമ്മൾ കാണുന്നു. AVI ഫയൽ ഫോമാറ്റിൽ നമ്മൾ കാണാറുണ്ട്. അതുപോലെ WMV ഫോമാറ്റിലും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ കുറച്ച് പ്രോബ്ലംസ് എക്സസൈസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ MSB ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് -80 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്? -80 എന്ന നമ്പറിൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിലെ MSB റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും MSBയിലെ വരുന്നത്? ഇതിൽ നെഗറ്റീവ് നമ്പർ ആണല്ലേ, -80 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്. അങ്ങനെയെങ്കിൽ MSBയിൽ 1 ആയിരിക്കും വരിക. അപ്പോൾ 1 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 28.756 ഇൻ മാൻഡിസ ആൻഡ് എക്സ്പൊണന്റ് ഫോം. 28.756 എന്നതിൻ്റെ മാൻഡിസ ആൻഡ് എക്സ്പൊണന്റ് ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0.28756 ഇൻറ്റു 10⁻². ഇതിൽ എക്സ്പൊണന്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 ആണല്ലേ. മാൻഡിസ ഈ ഒരു പോർഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ASCII സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റ് -60 ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. നമ്മളിവിടെ എന്താണ് വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിലേക്ക് എങ്ങനെയാണ് മാറ്റുക? ആദ്യം 60നെ 8-bit ബൈനറി ഫോമിലേക്ക് മാറ്റുക. അതിനുശേഷം തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ട് എഴുതാം. ദ നെക്സ്റ്റ്, ഡിഫൈൻ യൂണിക്കോഡ്. എന്താണ് യൂണിക്കോഡ്? യൂണിവേഴ്സൽ കോഡാണ്. 16-bit റെപ്രസെൻറ്റേഷൻ ആണ് ഓരോ ക്യാരക്ടർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ലോകത്തിലുള്ള എല്ലാ ലാംഗ്വേജിലും ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂണിക്കോഡിൽ സാധിക്കും. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 ഇമേജ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 2 ഇമേജ് ഫയൽ ഫോർമാറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. JPEG, GIF, PNG എന്നീ ഫോർമാറ്റുകളും അതുപോലെ BMP ഫോർമാറ്റുകളും എല്ലാം ഇതിന് സപ്പോർട്ടീവാണ്.